ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു കുട്ടി വ്ളോഗാട്ടോ. നാളെ, അതായത് 25 ഒക്ടോബറിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്. ട്രിവാൻഡ്രം വെച്ചിട്ടാണ് കല്യാണം. പക്ഷെ അവളുടെ വീട് കൊല്ലത്തും പയ്യൻ്റെ വീട് ട്രിവാൻഡ്രം ആട്ടോ. ഞങ്ങൾ ശരിക്കും കല്യാണത്തിന് മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ റീസൺ, ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ്, അതായത് സ്നേഹ, രാവിലെ വിളിച്ചിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ വരുമെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ അവളെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനിന്റെ പുറത്ത് ഞങ്ങൾ 4 പേരും അവിടെ സ്റ്റേ ചെയ്യാൻ പോവാ. ഇന്ന് ഓഫീസിൽ നിന്ന് കൃത്യം 5:30 ഞാനും അശ്വന്തും ഇറങ്ങിട്ടോ. ബാക്കി 2 പേരെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കാറിലാട്ടോ പോകുന്നത്. 5:30 ഇറങ്ങിയോണ്ട് തന്നെ വിശന്ന് കറങ്ങിയാട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് കുറച്ച് കടാല് പിടാല്, അതായത് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ഞങ്ങൾ കുറച്ചാട്ടോ പോകുന്നത്. ഇപ്പോൾ എല്ലായിടത്തും റോഡ് പണി നടക്കുന്നുണ്ട്. ഒടുക്കത്തെ ട്രാഫിക്കാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ ഇവിടെയും ട്രാഫിക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടു. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ട്രാഫിക്കിൽ കിടന്നു. സ്നേഹയുടെ വീട്ടിൽ ഞങ്ങൾ മുന്നൊരിക്കൽ പോയിട്ടുണ്ട് എൻഗേജ്മെന്റ് ടൈമിൽ. പക്ഷെ ഇപ്പം വഴിയും സ്ഥലവും ഒക്കെ മറന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടാട്ടോ പോകുന്നത്. ഇപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വഴി പറഞ്ഞ് ഞങ്ങൾ തന്നെ തെറ്റിക്കുന്നതുകൊണ്ട് മുത്തിന് മടുത്തിട്ടാട്ടോ ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് മുത്ത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് അവളുടെ വീട് എത്തണേന് തൊട്ട് മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അവളുടെ വീട്ടിലോട്ട് എത്തി. ഒരുപാട് ഇടവഴികളൊക്കെ കടന്നാണ് കേട്ടോ പോകുന്നത്. അതാ നല്ല കാടാണ് അപ്പുറവും ഇപ്പുറവും കാണുമ്പോ. കാത്തിരുന്നു കാത്തിരുന്നു പുഴ കവിഞ്ഞു കര കഴിഞ്ഞു കാലവും ലെഫ്റ്റ് കയറിക്കോ. ഇവൻ കേറിക്കോന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നാ ഞങ്ങളുടെ വഴി തെറ്റിയത്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിയിട്ടോ അവളുടെ വീട്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേന്നുള്ള ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അവിടെ വീട്ടിലെത്തുന്നത്. കാര്യം 9 മണി 6 മണി ആയപ്പോഴാണ് ഞങ്ങൾ കഴക്കൂട്ടത്തു നിന്ന് തന്നെ ഇറങ്ങുന്നത്. ട്രാഫിക്കും എല്ലാം കൂടിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഏകദേശം 9 മണിയായി. സ്നേഹ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഇതാട്ടോ കല്യാണ പെണ്ണ്. ഞങ്ങളായിരുന്നു അവിടെ ഏറ്റവും അവസാനം എത്തുന്നത്. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിട്ടാട്ടോ ചെന്ന് കയറുന്നത്. ചെന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും ഞങ്ങൾക്ക് ചായ എടുത്തു തന്നു. പിന്നെ കുറേ പലഹാരങ്ങൾ എടുത്തു. അവിടെ ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ. സോ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവാൻ പോയി. ഇപ്പം തന്നെ സമയം ഏകദേശം 10 മണി അടുപ്പിച്ചായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സൈഡിലായി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സ്നേഹയുടെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ നേരെ കിടക്കാൻ കയറി. ബോയ്സിനെ 2നെയും ഞങ്ങൾ താഴെ കിടത്തി. ഞങ്ങൾ 2പേരും മുകളിലാട്ടോ കിടക്കുന്നത്. ഈ ഫ്രണ്ട്സൊക്കെ ഒരുമിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി, അവർക്ക് പറയാൻ ഒരുപാട് ഹൊറർ സ്റ്റോറീസ് കാണും അല്ലേ? നിങ്ങൾക്കുണ്ടോ അതുപോലത്തെ ഫ്രണ്ട്സ്? ഇത് രാത്രി കുറേ ഹൊറർ അനുഭവങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുകയായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഫുൾ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഫഹദ്, അരവിന്ദ്, വിഷ്ണു, ഇവർ 3 പേരും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ അതുകൊണ്ട് അവരെ വീഡിയോ കോൾ ചെയ്ത് കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. രാവിലെ അവിടെ വീശിടിയപ്പവും ഈ ഒരു കറിയായിരുന്നു കേട്ടോ. ഒരു കൂട്ടുകറി പോലത്തെ ഒരു കറിയും കൂടി ആയിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് രാവിലെ തന്നെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. രാവിലെ ഫുഡും കഴിച്ച് ഞങ്ങൾ അപ്പോഴേ ഇറങ്ങുക ചെയ്തത്. കാര്യം ഇന്നിനി വൈകിട്ടാട്ടോ ഇവിടുത്തെ കല്യാണം. ഞാൻ നോർമലി കല്യാണങ്ങൾ കണ്ടിട്ടുള്ളത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണി ആ ഒരു സമയത്തിനകത്ത് വെച്ചിട്ടുള്ള കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഈവനിങ് ആണ് കല്യാണം. സോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് കല്യാണത്തിൽ പോകാനുള്ള ടൈമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന്. പിന്നെ നടന്നത് കുറേ സംഭവ വികാസങ്ങളായിരുന്നു. അതുല്യ, അതായത് ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട്, അവൾക്ക് കാറ് പറ്റത്തേയില്ല. അവൾക്ക് ആകെ പറ്റും ട്രെയിനോ ബൈക്കോ സ്കൂട്ടറോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ പറ്റത്തുള്ളൂ. അവൾ ഫുള്ള് വോമിറ്റിംഗ് ടെൻഡൻസി വന്ന് വയ്യോ നമ്മൾ വണ്ടി നിർത്തിയാ വന്നത്. ഞങ്ങൾ രാത്രി എത്താൻ എടുത്ത ടൈമിൻ്റെ ഇരട്ടി ടൈം എടുത്തു നമ്മൾ തിരിച്ചു വരാൻ. കാര്യം ഇവൾക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല. അവൾക്ക് കാറിലെ സ്മെല്ല് പിടിക്കണില്ല. അവൾക്ക് കാറേ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നിർത്തി ഓരോ മുട്ടായിയും വാങ്ങി കഴിച്ച് അവൾ ഫുള്ളില് ഡെഡായി കിടന്നു. ഒരേ കിടപ്പായിരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ മാരിയായിരുന്നു. ഫുള്ള് മഴയായിരുന്നു. അവളെ ഒന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അന്താക്ഷരി അവള് പാടത്
എങ്ങനെയൊക്കെയോ ഞങ്ങൾ അങ്ങനെ ട്രിവാൻഡ്രം എത്തി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. കാര്യം ഞങ്ങൾ നല്ല ടയേർഡായിട്ടാട്ടോ വീട്ടിലെത്തുന്നത്. പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാനിത് കാറിലിരുന്ന് ചെയ്ത പരിപാടിയാണ്. മുടിക്ക് കുറച്ചും കൂടി കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് കാറിലിരുന്ന് ഞാൻ ഇങ്ങനെ ഫുള്ള് തെറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തില്ല, അത് ഭയങ്കര വൃത്തികേടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അഴിക്കുന്നത് അതിനേക്കാളും വലിയൊരു ടാസ്ക്കാണ്. കുഞ്ഞു കുഞ്ഞായിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വോളിയം തോന്നിക്കും. സോ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ വട്ടം ഓണത്തിനും ഇതുപോലെ ആട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയറിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുക ചെയ്യുന്നത്. 5 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു 5-5:15 പക്ഷെ കുഴപ്പമില്ല. ഞങ്ങൾ കഴക്കൂട്ടത്ത് ചെന്ന് അവിടെ നിന്ന് അശ്വന്തുമായിട്ടാട്ടോ പോകുന്നത്. വിഷ്ണുവും അതുല്യൊക്കെ ഡയറക്റ്റ് അങ്ങ് വരും. പിന്നെ ഫഹദിന്റെ ഉമ്മയും ബാപ്പയൊക്കെ ഉണ്ട്, അവരും ഡയറക്റ്റ് അങ്ങ് വരിക ചെയ്യുക. ഈ പള്ളിയിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം. കെട്ട് സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എത്തി. പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു വലിയ പള്ളിയാട്ടോ, പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അധികം ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഇതൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാക്കിൽ നിൽക്കുന്നതാണ് ഫഹദിൻ്റെ ഉമ്മയും അച്ഛനും, പിന്നെ വിഷ്ണുവും അതുല്യയും എല്ലാവരും ഞങ്ങളവിടെ എത്തിയ സമയത്തുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും. കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരുടെ കൺവെൻഷൻ സെന്ററിലാട്ടോ പോകുന്നത്. ഇനി ഇവിടുന്ന് നേരെ സ്നേഹയും പയ്യനും കൂടി അങ്ങോട്ട് വരും. ആദ്യം തന്നെ ഇവിടെ വെറൈറ്റി ഓഫ് കട്ടൻ ചായാസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ ഞാനൊരു കട്ടൻ ചായ ആണെന്ന് തോന്നുന്നു എടുത്തത്. പിന്നെ കുറേ പലഹാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചായ ഉണ്ടായിരുന്നു, കോഫി, വെറൈറ്റി ഓഫ് കട്ടൻ ചായാസ്. അങ്ങനെ ഞങ്ങളുടെ പയ്യനും പെണ്ണും സ്റ്റേജിലോട്ട് വരുവാണ്. ഇതാണ് സ്നേഹയും സ്നേഹയുടെ ഹസ്ബൻഡ് ജോഷുവായും. Our stars for today, Joshua Anthony Sebastian and Sneha Rajan, looking absolutely gorgeous together. As a token of our love unleashed to the newlywed, let's all raise the hands together and welcome our newlywed couple on stage. Yes, നിറഞ്ഞ കൈയ്യോട് കൂടി തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന Joshua Anthony Sebastian Sneha Rajan സ്വാഗതം ചെയ്യുന്നു. അവരുടെ വെൽക്കമിങ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു സ്റ്റേജ് ഡെക്കറേഷൻസ് ആണെങ്കിലും മൊത്തത്തിലൊരു വൈബ് തന്നെ ആയിരുന്നു. സ്നേഹയും ഞങ്ങളും പരിചയപ്പെടുന്നത് ഓഫീസിൽ വെച്ചിട്ടാണ്. ഏകദേശം ഒരു വർഷത്തോളമായി കാണും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. ശരിക്കും അവളുമായി ഞങ്ങൾ നല്ല രീതിയിൽ അടുക്കുന്നത് ഇടയ്ക്കിടെയുള്ള ചായ കുടിക്കാൻ പോക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ചായ കുടിയുണ്ട് ഞങ്ങൾക്ക്. ശരിക്കും അത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. ഒരുപാട് മെമ്മറീസ് തന്ന നാളുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചില്ല, എല്ലാവരും പല പല സ്ഥലത്താണ്. എല്ലാവരും അവരുടെ ഹയർ സ്റ്റഡീസിനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓരോരുത്തരുടെ ഓരോ സ്ഥലത്താണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് നൗ വി ആർ സോ ഹാപ്പി ടു സീ ഹെ ഹാപ്പി. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. സോ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ആദ്യം തന്നെ ഒരു സൂപ്പിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പം, കട്ട്ലറ്റ്, ചപ്പാത്തി, ചിക്കൻ സ്റ്റൂ, പൊറോട്ട, ചിക്കൻ കറി, അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.
ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സ്നേഹയോടൊപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 7 മണി 7:30 അതോ 8 മണി ഏകദേശം ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഒരുപാട് തിരക്കും കാര്യമൊന്നും ഇല്ലായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കല്യാണമായിരുന്നു. ഇതിപ്പോ ഞങ്ങളുടെ വണ്ടിയിൽ പാട്ട് കേൾക്കുമ്പോൾ കൂടെ ഡാൻസ് കളിക്കുന്ന ലൈറ്റ്സിന്റെ കാര്യമാണ് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നത്. ഇനിയിപ്പോ ഉടനെ തന്നെ എവന്റെ കല്യാണവും വരുവാണ്. നവംബർ 27 ആണ് എവന്റെ കല്യാണം. അത് തൃശ്ശൂരാണ്. സോ ഇനി അപ്പോഴും ഒരു വ്ളോഗ് കാണാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അതുല്യയെ അവളുടെ വീട്ടിലോട്ടാക്കി. അതിനുശേഷം അശ്വന്തും ഞാനും മുത്തും കൂടി നേരെ ഒന്ന് ചായ കുടിക്കാൻ പോയി കേട്ടോ. കട്ടൻ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.